ഹായ്. വാരണാസി രാജമൗലിയുടെ പുതിയ സിനിമ രാജമൗലിയുടെ അഭിനയിച്ചിരിക്കുന്നതും നമ്മുടെ പ്രിയങ്ക ചോപ്രയുണ്ട്. പൃഥ്വിരാജ് ഉണ്ട്. ഈ സിനിമയില് പൃഥ്വിരാജ് രാജ്മോഹൻ ഒരുപാട് ട്രോളുകൾ ഇട്ടിട്ട് ഒരു പോസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. എനിക്കും പേഴ്സണൽ അത്ര ഇഷ്ടമായില്ല. ഇനി സിനിമ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, കാരണം രാജമൗലിയുടെ സിനിമയാണ്, നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട്. വാരണാസി എന്നാണ് സിനിമയുടെ പേര്. വെൽക്കം വാരണാസി ടു ദ വേൾഡ്, ഒരു ഇൻട്രൊഡക്ഷൻ സംഭവം തോന്നുന്നു. പ്രിയങ്ക ചോപ്രയാണ് ഇത് ഒരു ഫീമെയിൽ ലീഡായിട്ട് വരുന്നത്. ഏതായാലും കണ്ടു നോക്കാം. 3 മിനിറ്റ് 40 സെക്കൻഡ് ഉണ്ട്. ഞാൻ ഇതുവരെ ഇത് കണ്ടില്ല. ഞാൻ ഒരുപാട് വലിയ റിയാക്ഷൻ സംഭവം അങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. ഇതുവരെ ഈ സാധനം കണ്ടിട്ടില്ല. എന്താ നമുക്ക് കണ്ടതിന് ശേഷം പറഞ്ഞു സംസാരിക്കും. ഓപ്പറേറ്റ് കിട്ടില്ല, TCS ആണ്. സയ്യിദ് റിഗാർഡ്സ് ഷോയിങ് ബിസിനസ്. ഓ, പ്രഷമിന്റെ മേലുള്ള ഫ്രം ദി ഡയറക്ടർ ഓഫ് ബാഹുബലി RRR. ഓ, അതന്നെ ധാരാളം. ആനിമേഷൻ ആണ്. 2027 റിലീസ് ഡേറ്റ് എന്ന് തോന്നുന്നു. അന്റാർട്ടിക്. ഓ, ട്രാൻസിഷൻ നോക്കി വെള്ളത്തിൽ മാറുന്ന രസമുണ്ട്. ഇതുവരെ കാണാൻ തന്നെ ഭംഗിയുണ്ട്. ഓ, സെക്കൻഡ് ഒന്ന് റീപ്ലേ ആയിട്ട് ട്രാൻസിഷൻ നോക്കി. ഓ, കൊള്ളാട്ടോ. ആഫ്രിക്ക. ഓ, ഓക്കെ. ട്രാൻസിഷൻസ് ഒക്കെ പൊളി കിട്ടാം. ഫുഡ് ട്രാൻസിഷൻസ്. ഓക്കെ. കൊള്ളാം. അടിപൊളി ട്രാൻസ്. ഉഗ്രഭക്തി കേവ് വാണാച്ചൻ. ഇതിന്റെ ജോണർ എന്താ? എപ്പിക് ഫാന്റസി വല്ലോണോ? എപ്പിക് ഫാന്റസി, ആക്ഷൻ, അഡ്വഞ്ചർ, അങ്ങനത്തെ ഒരു ജോണർ ആയിരിക്കും. ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കുന്നത്. എന്താണ്? ഓ, ഹനുമാൻ. രാമായണമാണത്. നല്ല മ്യൂസിക് കിട്ടുന്ന. ഓ, രാമൻ. വാരണാസി മണികർണിക സീൻ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മഹേഷ് ബാബുയുടെ മുഖത്ത് നല്ല എക്സ്പ്രഷൻ ഒക്കെ വരുന്നത് രാജമൗലിയുടെ കൂടെ ചേർന്നതാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടോ. വാരണാസി. രാജമൗലിസ് വാരണാസി. ഗ്ലോബൽ ട്രോട്ട്, ടൈം ട്രോട്ട്. ഓ, ആ ഒരു സാധനം തന്നെ ധാരാളം. ഏത് മറ്റേ രാജമൗലിയുടെ സ്റ്റാമ്പ് ഉണ്ടല്ലോ. ഫിലിം ഫോർ ഐമാക്സോ? ഓ, കൊള്ളാലോ. ഫിലിം ഫോർ ഐമാക്സ് ടി സീരീസ്. പിന്നെ റിലീസ് ആയിട്ടപ്പോ
പറയില്ലേ ഓളാല ലാസ്റ്റ് ഏത് കണ്ടു വെയിറ്റ് പൊളിച്ചു. ഒറ്റ വാക്കി പറഞ്ഞാൽ പൊളിച്ചു. ഇതെന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കാണുന്നതായിരിക്കും. ലാസ്റ്റ് കാണിച്ച മഹേഷ് ബാബുയുടെ ആ ഒരു സീക്വൻസ് ഇല്ല, ഒരു കാളുടെ പുറത്ത് വരുന്നത്. ഞാൻ സാധാരണ എനിക്ക് ഈ ബാഹുബലിയുടെ മറ്റേ സീനില്ലേ, മറ്റേ പ്രഭാസ് രണ്ട് കാളുടെ മുകളിൽ നിൽക്കുന്നത്, അതാ എനിക്ക് ഓർമ്മ വന്നത് കണ്ടപ്പോ. എനിക്കൊന്ന് ആ സീൻ ഇത് സിനിമയ്ക്കുള്ളിൽ ഏതെങ്കിലും സീൻ ആയിരിക്കും സംശയമുണ്ട്. ഏതാണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ പൃഥ്വിരാജിന്റെ ഒരു പോർഷൻ ഓൾമോസ്റ്റ് ലീക്കായി. ആ ഒരു നമ്മൾ അറിയാം ട്രോൾ. പിന്നെ പ്രിയങ്ക ചോപ്ര ഉണ്ട്. മ്യൂസിക് ബൈ എം കീരവാണി. വെറുതെ അല്ല, രാജമൗലി കീരവാണിനെ കിടപിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. രാജമൗലി ഒരിക്കലും കീരവാണിനെ പിരിച്ചുവിടില്ല. പിന്നെ പൃഥ്വിരാജ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പൊ ഞാനടക്കം എനിക്ക് ആ പോസ്റ്റർ ഇഷ്ടപ്പെടണമെങ്കിൽ പൃഥ്വിരാജാണ് മൂലം മലയാള സിനിമ വേറെ ലെവലിൽ എത്തിച്ചെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. കാരണം എമ്പുരാൻ പോലത്തെ സിനിമ, എമ്പുരാൻ പല പല അഭിപ്രായങ്ങൾ ഉണ്ടാകും, പക്ഷെ ആ സ്കെയിലിൽ ഒരു സിനിമ മലയാളത്തിൽ ഇതിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. പൃഥ്വിരാജ് ഒരു ഒരു ടാലന്റ് മലയാള സിനിമയിൽ ഒരു വേറെ ലെവലില് ഒരു ടോർച്ച് ബെയർ എന്നൊക്കെ പറയാൻ സാധിക്കാവുന്ന ഒരു പേരാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. പുള്ളിയെ ട്രോളൊന്നും എനിക്ക് വലിയ തോന്നുന്നില്ല. ട്രോളാൻ പുള്ളി പറഞ്ഞ പോലെ തന്നെ എന്നെ എത്തിച്ച നിങ്ങൾക്ക് തന്നെ വിമർശിക്കാനുള്ള 100% അവകാശമുണ്ട്. അതാണ്. അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പൃഥ്വിരാജിനെ ഒന്നും ഇതിൽ കാണിച്ചുള്ള സംഭവം അവര് റിവീൽ ചെയ്തിട്ടില്ല ഇതിനകത്ത്. വാരണാസി എന്നാണ് സിനിമയുടെ പേര് കൊടുത്തിരിക്കുന്നത്, ടു ദ വേൾഡ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു വാരണാസി എന്ന് സൂചിപ്പിക്കുന്ന രാമായണം സംഭവമായിരിക്കാൻ ചാൻസ്. ഇത് മറ്റൊരു ഗംഭീര സിനിമ ആവട്ടെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഞാൻ ആഗ്രഹിക്കുന്നത് ഗംഭീര സിനിമ ആവട്ടെ. മണിക്കൊന്നും ചെല്ലിയിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ ഈ ഒരു സംഭവം, ഈ ക്ലിംസ് കണ്ടിട്ടുള്ള ഒരു താഴെ കമന്റ് ചെയ്യാൻ എന്തായാലും കോപ്പറേറ്റ് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. സോ യാ, ഐ ഹോപ്പ് ഫോർ ദിസ്. ആൻഡ് ഓൾസോ ഞാൻ എന്തായാലും ഐമാക്സിൽ കണ്ടു നോക്കുന്നതായിരിക്കും സിനിമ, എങ്ങനെ ഉണ്ടാവും സിനിമ. ഈ സിനിമയുടെ റേഷ്യോ തന്നെ 1.43:1 എന്ന റേഷ്യോ ആണ്. എന്തായാലും ഇതിന്റെ ക്ലിപ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഓക്കെ ബൈ.